വെൽക്കം ബാക്ക് ടു സ്റ്റഡ്ഫോർഡ് സിഗ്നൽ. ഞാൻ നിങ്ങളുടെ മിറാജ്. മിഡ്ഫീൽഡേഴ്സ്, അതെ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടത് മിഡ്ഫീൽഡേഴ്സിനെയാണ്. ഞാൻ കഴിഞ്ഞൊരാഴ്ചയായിട്ട് കുറച്ച് ന്യൂസുകൾ സംഘടിപ്പിച്ചു. അപ്പോൾ അതൊന്നും എനിക്ക് മനസ്സിലായത് 20 മുതൽ 25ഓളം മിഡ്ഫീൽഡേഴ്സ് നമ്മൾ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള ന്യൂസുകളാണ് ഞാൻ കണ്ടെത്തിയത്. അതിൽ പല പേരുകളുണ്ട്. അതായത് എലിയറ്റ് ആൻഡേഴ്സൺ തുടങ്ങി വിൽകോക്സിന് ഇഷ്ടപ്പെട്ട ചാമ്പ്യൻഷിപ്പിൽ കളിക്കുന്ന ഷിയ ചാൾസ് വരെ ഇതിലുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന പരിപാടി, ഞാനിവിടെ ഈ മിഡ്ഫീൽഡേഴ്സിനെ ഒരു 5 കാറ്റഗറി എടുത്തിരിക്കാൻ പോവാണ്. അതായത് പ്രയോറിറ്റി, ഒരു ഗുഡ് കാറ്റഗറി ആരാണ്, ബാക്കപ്പ് ആയിട്ട് ആരും ഉപയോഗിക്കാം, റിസ്കി സൈനിങ് ആരാണ്, അതേപോലെ തന്നെ നമ്മൾ തീരെ അവോയ്ഡ് ചെയ്യേണ്ട ഒരു മിഡ്ഫീൽഡർ ആരാണ് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ടിയർ ലിസ്റ്റാണ്, ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മിഡ്ഫീൽഡ് ടിയർ ലിസ്റ്റ്. ഇത് പ്യുവർലി എൻ്റെ ഒപ്പീനിയൻസ് ആണ്. തീർച്ചയായിട്ടും എൻ്റെ ഒപ്പീനിയൻസ് അല്ലാത്ത ആൾക്കാരോട് ഉണ്ടാവാം. ഇപ്പോൾ ഞാൻ ചിലപ്പോൾ സെലക്ട് ചെയ്യുന്നൊരു മിഡ്ഫീൽഡർ ആ കാറ്റഗറിയിൽ വേണ്ട, ഒരു ബെറ്റർ ഈ കാറ്റഗറിയിലല്ലേ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവാം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കോമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ ഒപ്പീനിയൻസും എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ അധികം സമയമെടുക്കാതെ നമുക്ക് ടിയർ ലിസ്റ്റിലോട്ട് പോകാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാൻ പറ്റും എന്താണ് ടിയർ ലിസ്റ്റ്, അല്ലെങ്കിൽ ആരെയാണ് ഞാൻ പിക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും വീഡിയോ ഫുള്ള് കാണാം, കാരണം ഇത് ഫുള്ള് കാണേണ്ട ഒരു വീഡിയോ ആണ്. എസ്പെഷ്യലി നമുക്കറിയാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നടക്കേണ്ടത് ഒരു മേജർ മിഡ്ഫീൽഡ് റീബിൽഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് താമസിയാതെ വീഡിയോയിലോട്ട് പോകാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കോമെൻറ്റ് ചെയ്യുക. സോ ലെറ്റ്സ് ഗോ ടു ദ ടിയർ ലിസ്റ്റ് ഓഫ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈൻ ചെയ്യേണ്ട മിഡ്ഫീൽഡേഴ്സ്. ഞാൻ ആദ്യം പിക്ക് ചെയ്യാൻ പോകുന്ന പേര് ഇറ്റ്സ് അലക്സ് സ്കോട്ട്. ബോർൺമൗത്തിൻ്റെ അലക്സ് സ്കോട്ടാണ്. നമ്മൾക്കറിയാം നമ്മളായിട്ട് അലക്സ് സ്കോട്ട് ലിങ്ക്ഡ് ആണ്. അലക്സ് സ്കോട്ടിനെ ഞാനിവിടെ പിക്ക് ചെയ്യാൻ പോകുന്ന ടിയർ ലിസ്റ്റ് ഇടാൻ പോവുകയാണെങ്കിൽ ഐ വുഡ് പിക്ക് ഹിം ഹാസ് എ ഗുഡ് ഓപ്ഷൻ. ഒരു പ്രയോറിറ്റി സൈനിങ് അല്ല. ഞാൻ പറയുമ്പോൾ അലക്സ് സ്കോട്ട് ഒരു ബാക്കപ്പ് സൈനിങ് ആയിട്ട് കാണാം, പക്ഷെ അതിലുപരി മേ ബി ഒരു സെക്കൻഡ് മിഡ്ഫീൽഡറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മിഡ്ഫീൽഡറാണ് അലക്സ് സ്കോട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അലക്സ് സ്കോട്ടിനെ ഗുഡ് കാറ്റഗറിയിൽ പിക്ക് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് ഞാൻ പിക്ക് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് എലിയറ്റ് ആൻഡേഴ്സൺ. എലിയറ്റ് ആൻഡേഴ്സൺ നമ്മൾക്കറിയാം, ഇവിടെ അധികം എക്സ്പ്ലനേഷൻ്റെ കാര്യമില്ല. ഐ ആം ഗോയിങ് ടു പിക്ക് ഹിം ആസ് അവർ പ്രയോറിറ്റി മിഡ്ഫീൽഡർ. കാരണം ഈ ചങ്ങായി ഒരു യുണൈറ്റഡ് കോഡഡ് മിഡ്ഫീൽഡറാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രയോറിറ്റിയിൽ എലിയറ്റ് ആൻഡേഴ്സനെ വെച്ചിട്ടുള്ളത്. ഇനി ഞാൻ പിക്ക് ചെയ്യുന്നൊരു പേര് അയൂബ് ബദോനിയാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലായാലും അതേപോലെ തന്നെ നമ്മുടെ പല ലൈവിലായാലും ചില വീഡിയോസിൻ്റെ അണ്ടറിലൊക്കെ പലരും വന്ന് കോമൻറ്റ് ചെയ്തൊരു പേരാണ് അയൂബ് ബയോദി. അതേപോലെ തന്നെ ഈ ചെങ്ങായിനെ നമ്മൾ ലിങ്ക്ഡ് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. കോൺക്രീറ്റ് ആണ് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പക്ഷേ ലിങ്ക്ഡ് ആണ്. അയൂബ് ബദോനെ ഞാൻ എവിടെ പിക്ക് ചെയ്യും? ഐ ആം ഗോയിങ് ടു പിക്ക് ഹിം ഇൻ ദ റിസ്കി കാറ്റഗറി. കാരണം ഹീ ഈസ് എ വെരി യങ് മിഡ്ഫീൽഡർ. നമ്മളുടെ ടീമിലോട്ട് വന്നിട്ട് ഒരു അഡാപ്റ്റ് ചെയ്യാനുള്ള സമയമൊന്നും ബദോനിക്ക് കിട്ടാൻ പോകുന്നില്ല. അൺലെസ് നമ്മളിപ്പോൾ ഒരു പ്രോപ്പർ ടീമായിട്ട് കളിക്കുകയാണ്, എന്നിട്ട് വന്നിട്ട് കളിപ്പിക്കാൻ പറ്റിയൊരു പ്ലെയർ ആണെങ്കിൽ മേ ബി നമുക്ക് കൺസിഡർ ചെയ്യാറുണ്ട്. ഇപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ അല്ല. നമുക്ക് വേണ്ടത് മേജർ റീബിൽഡാണ്. സോ ഇങ്ങനത്തെ ഒരു യങ് മിഡ്ഫീൽഡർ ഫ്രം ഫ്രഞ്ച് ലീഗ് ഇവിടെ വന്നിട്ട് പെട്ടെന്ന് സക്സസ്ഫുൾ ആവുന്ന ഒരു കാറ്റഗറിയിലുള്ള ടീമല്ല നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റിസ്കി ഓപ്ഷനായിരിക്കും അയൂബ് ബദോനി എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ഇനി ഞാൻ പിക്ക് ചെയ്യാൻ പോകുന്ന പേര് നമ്മൾ കഴിഞ്ഞൊരു വർഷമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് കാർലോസ് ബലേബ. ഐ വിൽ അവോയ്ഡ് കാർലോസ് ബലേബ. അതിന് മൾട്ടിറ്റ്യൂഡ് ഓഫ് കാരണങ്ങളുണ്ട്. അതിലൊന്ന് ഞാൻ കാണുന്നത് മെൻറ്റാലിറ്റിയാണ്. ബലേബയുടെ മെൻറ്റാലിറ്റി ഇറ്റ്സ് വെരി പുവർ. ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്. ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വന്നതിന് ശേഷം ബാഴ്സ, ബയേൺ, അല്ലെങ്കിൽ ലെറ്റ്സ് ഇവിടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാഴ്സ, ബയേൺ, റയൽ പോലത്തെ വലിയ ക്ലബ്ബുകൾ വന്നിട്ട് ബലേബനെ വേണമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ബലേബ അങ്ങോട്ട് പോകാനായിട്ട് അവനെ മെൻ്റലി ഡ്രോപ്പ് ചെയ്ത് പെർഫോമൻസസ് പൂറാക്കുമോ? ദർ ഇസ് എ പോസിബിലിറ്റി. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ബ്രൈറ്റണിൽ കാണുന്നത്. അതേപോലെ തന്നെ ബ്രൈറ്റണിൽ അവനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഗെയിമൊക്കെ അവർ ലൂസ് ചെയ്യാണ്, അല്ലെങ്കിൽ ഡ്രോ ആവാണ്. അപ്പോൾ കളികൾ ജയിക്കുന്നില്ല. അപ്പോൾ ഫോമിൻ്റെ കാര്യമാണെങ്കിലും മെൻറ്റാലിറ്റി ഇഷ്യൂ ആണെങ്കിലും പിന്നെ പ്രൈസ് ഒരു വലിയ ഫാക്ടറാണ്. ഈ ബലേബയുടെ ഞാൻ കേട്ടിടത്തോളം ബലേബയ്ക്ക് ഇപ്പോഴും ബ്രൈറ്റൺ കോട്ട് ചെയ്യുന്നത് 70 മില്യൺ പൗണ്ട്സ് ആണെന്നാണ്. 70 മില്യൺ പൗണ്ട്സ് കൊടുത്ത് കൊണ്ടുവരാൻ പറ്റിയൊരു പ്ലെയർ ആണോ ഇപ്പോൾ ബലേബ? അതുകൊണ്ട് തന്നെ ബലേബനെ ഞാൻ ഈ അവോയ്ഡ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒപ്പീനിയൻസ് ഡിഫറൻസ് ഉള്ള ആൾക്കാരുണ്ടായിരിക്കാം. നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കോമെൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ പിക്ക് ചെയ്യാൻ പോകുന്നത് കമാറയാണ്. മൊണാക്കോൻ്റെ കമാറ ഞാൻ പിക്ക് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ. ഞാൻ ബാക്കപ്പിലിട്ടില്ല. ഐ തിങ്ക് ഈസ് എ ഗുഡ് ഓപ്ഷൻ. ഞാൻ കുറേയൊക്കെ കമാറേനെ അവൻ സ്ലോ ആണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ക്യാരിക് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ക്യാരിക്കിൻ്റെ അണ്ടറിൽ ആ ഒരു ടാക്ടിക്സിൽ വർക്കാവാൻ പറ്റുന്ന ഒരു ഡേർട്ടി വർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മിഡ്ഫീൽഡറാണ് കമാറ എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? തീർച്ചയായിട്ടും താഴെ കോമെൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഞാൻ പിക്ക് ചെയ്യാൻ പോകുന്ന പേര് നമ്മുടെ അറ്റ്ലാന്റയിൽ നിന്ന് വരുന്ന എഡേഴ്സൺ.
നമുക്കറിയാം എഡേഴ്സിനായിട്ട് നമ്മൾ ഭയങ്കര ലിങ്ക്ഡാണ്. എഡേഴ്സിനെ വാങ്ങും എന്ന് വരെ ഒരു 90% ഉറപ്പിച്ച മീഡിയ റിപ്പോർട്ട്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഐ വിൽ ആക്ച്വലി പുട്ട് എഡേഴ്സൺ ഇൻ ബാക്കപ്പ് കാറ്റഗറി. കാരണം കഴിഞ്ഞ ഒരു 2-3 വർഷം മുമ്പ് വരെയുള്ള എഡേഴ്സൺ അല്ല ഇപ്പോഴത്തെ എഡേഴ്സൺ. ഒരു 2 വർഷം മുമ്പേ ആയിരുന്നെങ്കിൽ ഐ വുഡ് ബി ഓക്കെ. പക്ഷേ ഇപ്പോൾ എഡേഴ്സിന് ഒരു പ്രയോറിറ്റി സൈനിങ് ആണോ അല്ല, ഒരു ഗുഡ് സൈനിങ് ആണോ അല്ല. പക്ഷേ ഒരു തേർഡ് മിഡ്ഫീൽഡറൊക്കെ ആയിട്ട് വന്നിട്ട് ബാക്കപ്പിൽ കളിക്കാൻ പറ്റിയ മിഡ്ഫീൽഡറാണ് എഡേഴ്സ് എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. എസ്പെഷ്യലി ഒരു 40 million ഒക്കെ വാങ്ങുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഡീൽ, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ എഡേഴ്സിന് റിസ്കി സൈനിങ് അല്ല, ഒരു ചാമ്പ്യൻസ് ലീഗ് കളിച്ച് പരിചയമുള്ള സൈനിങ് ആണ്, അല്ലെങ്കിൽ മിഡ്ഫീൽഡറാണ്, അവോയ്ഡ് ചെയ്യേണ്ട സൈനിങ്ങും അല്ല. സോ ഐ വിൽ പുട്ട് ഹിം ആസ് എ ബാക്കപ്പ് ഓപ്ഷൻ. ഇനി ഞാൻ പിക്ക് ചെയ്യുന്നത് മൈക്കിൾ കാരിക്കിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡറാണ്. അതായത് മൈക്കിൾ കാരിക്കിൻ്റെ അണ്ടറിൽ മിഡിൽസ് ബ്രോയിൽ കളിക്കുന്ന അല്ലെങ്കിൽ കളിച്ച ഹെയ്ഡൻ ഹാക്നി. ഐ വിൽ ആക്ച്വലി പുട്ട് ഹാക്നി ആസ് എ റിസ്കി മിഡ്ഫീൽഡർ. കാരണം പ്രീമിയർ ലീഗ് കളിച്ച പരിചയമില്ല, ചാമ്പ്യൻസ് ലീഗ് കളിച്ച പരിചയമില്ല, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു വലിയ ക്ലബിൽ കളിച്ച പരിചയമില്ല. സോ ഐ വിൽ പുട്ട് ഹാക്നി ഇൻ എ റിസ്കി കാറ്റഗറി. ഇനി ഞാൻ പിക്ക് ചെയ്യാൻ പോകുന്ന പേര് ഇറ്റ്സ് മാത്യൂസ് ഫെർണാണ്ടസ്. വെസ്റ്റ് ഹാമിൻ്റെ പ്ലെയർ ആയിട്ടുള്ള പോർച്ചുഗീസുകാരനായിട്ടുള്ള മാത്യൂസ് ഫെർണാണ്ടസ് നമ്മളായിട്ട് ഭയങ്കര ലിങ്ക്ഡാണ്. നമ്മൾ മിക്കവാറും വാങ്ങും എന്ന് വരെ എത്തി നിൽക്കുന്ന ഒരു പ്ലെയറാണ് മാത്യൂസ് ഫെർണാണ്ടസ്. പ്രൈസ് വരുന്നത് ഏകദേശം 80 million ആണ് വെസ്റ്റ് ഹാം കോട്ട് ചെയ്യുന്നത്. പക്ഷേ അവർ റെലിഗേറ്റ് ആയി കഴിഞ്ഞാൽ ദർ ഇസ് ഹൈ പോസിബിലിറ്റി ഇവനെ ചിലപ്പോൾ ഒരു 50-60 million കിട്ടാം. ഐ ആക്ച്വലി തിങ്ക്, എനിക്ക് തോന്നുന്നു, എൻ്റെ ഒപ്പീനിയൻ ആണ്, പ്യുവർലി എൻ്റെ ഒപ്പീനിയൻ ആണ്, ഐ ആക്ച്വലി തിങ്ക് മാത്യൂസ് ഫെർണാണ്ടസ് ഈസ് എ പ്രയോറിറ്റി സൈനിങ് ഫോർ എസ്. നമുക്ക് വേണ്ടൊരു സൈനിങ് ആണ് മാത്യൂസ് ഫെർണാണ്ടസ്. കാരണം മാത്യൂസ് ഫെർണാണ്ടസിനെ ടാർഗറ്റ് ചെയ്യുന്ന ക്ലബ്ബ് ആരൊക്കെയാണ്? ഇറ്റ്സ് ആഴ്സണൽ ആൻഡ് PSG. ഇങ്ങനത്തെ ക്ലബ്ബ് ഒരു മിഡ്ഫീൽഡറിനെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ദർ ഈസ് ക്വാളിറ്റി എന്നുള്ളതാണ് എടുത്ത് കാണിക്കുന്നത്. സോ ഐ വിൽ പുട്ട് മാത്യൂസ് ഫെർണാണ്ടസ് ഇൻ പ്രയോറിറ്റി. നമുക്കറിയാം ബ്രൂണോ ആയിട്ട് ഭയങ്കര റിലേഷൻഷിപ്പ് ഉള്ള പ്ലെയറാണ്. അതേപോലെ തന്നെ ബ്രൂണോ ആണ് ഇവൻ്റെ ഐഡിയൽ, അതായത് മിഡ്ഫീൽഡർ ഐഡിയൽ ആരാന്ന് ചോദിച്ചപ്പോൾ ബ്രൂണോ എന്ന പേരാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ വാങ്ങില്ലേ, ലെറ്റ്സ് ഹോപ്പ് നമ്മൾ വാങ്ങുന്നുള്ളത്. ഐ വിൽ പുട്ട് ഹിം ഇൻ ദ പ്രയോറിറ്റി കാറ്റഗറി. ഇനിയുള്ളത് ഹ്യൂൽമണ്ടാണ്. ഹ്യൂൽമണ്ടിനെ ഐ വിൽ ആക്ച്വലി പുട്ട് ഐ ആക്ച്വലി അവോയ്ഡ് ഹ്യൂൽമണ്ട്. കാരണം ഹ്യൂൽമണ്ട് ഒരു റിസ്കി കാറ്റഗറിയാണ്. ഈവൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വന്ന് കളിക്കേണ്ട ഒരു പ്ലെയറാണ് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് ഞാൻ പറയും. കാരണം ഞാൻ കേട്ടിടത്തോളം ഇവൻ്റെ കയ്യിലൊരു ആഴ്സണൽ ടാറ്റു ഉണ്ട്. സോ ആഴ്സണൽ ഫാൻസ്, യു ക്യാൻ ടേക്ക് ഹ്യൂൽമണ്ട്, ഞങ്ങൾക്ക് വേണ്ട. ഐ വിൽ പുട്ട് ഹിം ഇൻ ദ അവോയ്ഡ് കാറ്റഗറി. നെക്സ്റ്റ് പേര് കമവിംഗയാണ്. നമ്മൾക്കറിയാം റയൽ മാഡ്രിഡിലെ ചാമ്പ്യൻസ് ലീഗ് വിന്നറാണ് കമവിംഗ. പക്ഷേ ഇഞ്ചുറി കൺസേൺസ് കാരണം അവിടെ നിന്ന് ഇപ്പോൾ പറഞ്ഞയക്കുന്ന ഒരു പ്ലെയറാണ്. റയൽ മാഡ്രിഡ് ഒരു പ്ലെയറിനെ വിൽക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഇല്ലാതെ ഒരു വിൽക്കില്ല. അതുകൊണ്ട് തന്നെ കമവിംഗനെ ഞാൻ അവോയ്ഡ് ചെയ്യും. കാരണം നമ്മൾക്ക് വരേണ്ട മിഡ്ഫീൽഡർ അവൈലബിലിറ്റി മസ്റ്റാണ്. ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ പോലെ ഒരു അവൈലബിലിറ്റി തരുന്ന മിഡ്ഫീൽഡറാണ് നമുക്ക് വരേണ്ടത്. അതുകൊണ്ട് തന്നെ ഐ വിൽ ആക്ച്വലി അവോയ്ഡ് കമവിംഗ. ഇവിടെ കമവിംഗ ഫാൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് താഴെ കോമൻറ്റ് ചെയ്യാം. എന്തുകൊണ്ട് നിങ്ങൾ, ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കമവിംഗനെ അവോയ്ഡ് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് റീസൺ ഉള്ളത് താഴെ തീർച്ചയായിട്ടും കോമൻറ്റ് ചെയ്യാം. ഇനി ഞാൻ പിക്ക് ചെയ്യുന്നൊരു പേര് എനിക്കിത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എനിക്കൊരു 2-3 ആഴ്ച മുമ്പ് ഈ പേര് ഞാൻ കേട്ടിരുന്നു. ഇറ്റ്സ് സങ്കാരെ. ലെൻസിൽ നിന്ന് വരുന്ന സങ്കാരെ പറഞ്ഞ പ്ലെയറാണ്. ഐ ആക്ച്വലി തിങ്ക് ഹീസ് എ ബാക്കപ്പ് പ്ലെയർ. എനിക്ക് തോന്നുന്നു യങ് ആണ്, വളരെ യങ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവനെ കിട്ടിയാലും റിസ്കി സൈനിങ് അല്ല, അവോയ്ഡ് ചെയ്യുന്ന സൈനിങ് അല്ല. ഹീസ് എ വെരി ഗിഫ്റ്റഡ് മിഡ്ഫീൽഡർ. CDM റോളൊക്കെ കളിക്കാൻ പറ്റുന്ന. ഐ തിങ്ക് ഹീ ക്യാൻ ബി എ ബാക്കപ്പ്. നമുക്ക് ഒരു തേർഡ് മിഡ്ഫീൽഡറായിട്ട് വരാൻ പോകുന്ന മിഡ്ഫീൽഡർ മേ ബി ബാക്കപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലെയറാണ് സങ്കാരി, എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ഞാൻ പിക്ക് ചെയ്യുന്നത് എൻ്റെ ഫേവറേറ്റ്, എൻ്റെ ഡ്രീം സൈനിങ്. ഞാനിവിടെ അധികം എക്സ്പ്ലനേഷൻ ചെയ്യുന്നില്ല. ചൗമീനി പ്രയോറിറ്റി. ഫോർ മീ ഹീ ഷുഡ് ബി എ പ്രയോറിറ്റി ടാർഗറ്റ് റയൽ മാഡ്രിഡിൽ നിന്ന്. ലെറ്റ് സി, ഐ ഹോപ്പ് അവിടെ ഹുസൈൻ മൊറീനോ പോയിട്ട് ചൗമീനോട് അവിടെ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞ് പ്രതീക്ഷിക്കുന്നു. റയൽ മാഡ്രിഡ് ഫാൻസ്, എനിക്കറിയാം നിങ്ങൾ പറയാൻ പോകുന്നത് കിട്ടില്ല, പ്രയോറിറ്റിയിൽ ഇടണ്ട, ഇവനെ അവോയ്ഡ് ചെയ്തേക്ക്, കാരണം കിട്ടാൻ പോകുന്നതല്ല എന്നാണ് നിങ്ങൾ പറയാൻ പോകുന്നത്. പക്ഷേ ഐ സ്റ്റിൽ ഹാവ് ഹോപ്പ്. എനിക്കിപ്പോഴും ഹോപ്പുണ്ട് ചൗമീനോട് വരുന്നുള്ളത്. ലെറ്റ് സി, എന്തായാലും ഹോപ്പ് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ഹോപ്പിലാണ് നിൽക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മിഡ്ഫീൽഡ് റീബിൽഡ് മസ്റ്റായിട്ട് നടക്കേണ്ട ഒരു സംഭവമാണ്. അതിലോട്ട് ഞാൻ ആഡ് ചെയ്യുന്ന ഫസ്റ്റ് പേര് തന്നെ ചൗമീനി ആയിരിക്കും. പിന്നുള്ളൊരു പേര് സ്റ്റില്ലറാണ്. ഐ ആക്ച്വലി തിങ്ക് സ്റ്റില്ലർ ഈസ് എ ഗുഡ് ഓപ്ഷൻ. നമുക്കൊരു സെക്കൻഡ് മിഡ്ഫീൽഡറായിട്ട് വരാൻ പോകുന്ന കാറ്റഗറി ആണെങ്കിൽ ഐ ആക്ച്വലി തിങ്ക് സ്റ്റില്ലർ വിൽ ബി എ വെരി വെരി ഗുഡ് ഓപ്ഷൻ. അപ്പോൾ ഞാൻ സ്റ്റില്ലറിനെ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ഗുഡ് കാറ്റഗറിയിലാണ്. ഇനി ഞാൻ പിക്ക് ചെയ്യുന്ന പേര് ടൈലർ ആഡംസ്. ബോൺമൗത്തിൽ നിന്നുള്ള ടൈലർ ആഡംസ് ആണ്. ഐ ആക്ച്വലി തിങ്ക് ഈസ് എ ഗുഡ് പ്ലെയർ. പക്ഷേ ഐ ഡോണ്ട് നോ, ഞാൻ കളികൾ കണ്ടേന്ന് എനിക്ക് ഇവൻ്റെ മുകളിൽ വലിയൊരു പ്രതീക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ വിൽ ആക്ച്വലി സേ അവോയ്ഡ് ടൈലർ ആഡംസ് ഞാൻ പറയുള്ളൂ. ഇനി ഞാൻ പിക്ക് ചെയ്യുന്ന പേര് ജെയിംസ് ഗാർണർ. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മൾ അക്കാഡമി പ്രൊഡക്റ്റ് ആണ്. ഇവിടുന്ന് എവർട്ടണിൽ പോയിട്ട് നന്നായി കളിക്കുന്നൊരു പ്ലെയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് ഇപ്പോൾ കൂടി വരുന്നുണ്ട് ജെയിംസ് ഗാർണറിൽ. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഹീ ഷുഡ് ബി എ ബാക്കപ്പ് ഓപ്ഷൻ. നമ്മുടെ പ്രയോറിറ്റി അല്ല, ഒരു ഗുഡ് ഓപ്ഷനും അല്ല. ആസ് എ ബാക്കപ്പ് ഓപ്ഷൻ ഐ തിങ്ക് ജെയിംസ് ഗാർണർ വിൽ ബി എ ഗുഡ് പ്രോസ്പെക്ട്.
ഡിപ്പെൻസ് ഓൺ പ്രൈസാണ്. ഇപ്പോൾ എവർട്ടൺ പറയുകയാണ് ഞങ്ങൾക്കൊരു 80 മില്യൺ വേണം 90 മില്യൺ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ പുട്ട് ഹിം ഇൻ ടു റിസ്കി കാറ്റഗറി. അല്ലാതെ നമ്മൾക്കിപ്പോൾ ഒരു 50-60 മില്യൺ ഡീലാണെങ്കിൽ ഐ വിൽ ആക്ച്വലി പുട്ട് ഹിം ആസ് എ ബാക്കപ്പ് ഓപ്ഷൻ. നെക്സ്റ്റ് ഈസ് സാൻഡ്രോ ടൊണാലി. സാൻഡ്രോ ടൊണാലിനെ എനിക്ക് വാങ്ങുന്നത് കുഴപ്പമില്ല, പക്ഷേ എൻ്റെ കൺസേൺ സാൻഡ്രോ ടൊണാലിയിൽ അവൻ്റെ ഗാംബ്ലിംഗ് ഇഷ്യൂ ആണ്. നമ്മൾക്കറിയാം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മീഡിയേൻ്റെ അടുത്ത് നിന്ന് കുറേ ടോപ്പിക്സ് അല്ലെങ്കിൽ കുറേ ആർട്ടിക്കിൾസ് പോയിട്ടുണ്ട് ഇവൻ്റെ ഗാംബ്ലിംഗ് ഇഷ്യൂ സംബന്ധിച്ചിട്ട്. അപ്പോൾ സാൻഡ്രോ ടൊണാലി ഇവിടെ വന്നതിന് ശേഷം അത് ഇൻക്രീസ് ആവുമല്ലാതെ അതിനെക്കുറിച്ചുള്ള ഇവൻ്റെ ബാനെ കുറിച്ചുള്ള ആർട്ടിക്കിൾസ് കുറയാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതൊരു മീഡിയ പ്രഷർ കൂട്ടാനും ആ പ്രഷർ ഇവൻ്റെ മുകളിൽ എത്തിയിട്ട് ഇവൻ അണ്ടർ പെർഫോം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 70% ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാരണം വെച്ചുകൊണ്ട് ഐ വിൽ അവോയ്ഡ് സാൻഡ്രോ ടൊണാലി മാഞ്ചസ്റ്റർ യുണൈറ്റഡിലോട്ട്. ഇതൊരു റിസ്കി സൈനിങ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കിട്ടിയ നല്ല പ്ലെയറാണ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ഇവൻ്റെ ഗാംബ്ലിംഗ് സിറ്റുവേഷനും പിന്നെ ഇവന് ഇറ്റലിക്ക് തിരിച്ചു പോകണമെന്നുള്ളൊരു മൈൻഡ്സിലുള്ളൊരു പ്ലെയർ ആണ് എനിക്ക് തോന്നുന്നത്, പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്ലെയർ യുണൈറ്റഡിൽ വരണ്ട. കാരണം നമ്മൾക്ക് ഇവിടെ വരുന്ന പ്ലെയേഴ്സ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിക്കാൻ താല്പര്യപ്പെട്ട് വരുന്ന പ്ലെയേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ വിൽ അവോയ്ഡ് ടൊണാലി. പിന്നെ ഞാൻ പിക്ക് ചെയ്യുന്നൊരു പ്ലെയർ ആഡം വാട്ടൺ ആണ്. ഐ വിൽ ആക്ച്വലി അവോയ്ഡ് ആഡം വാട്ടൺ. ഇത് പറയുമ്പോൾ കുറച്ച് സങ്കടമുണ്ട്, കാരണം ആഡം വാട്ടൺ ഇറ്റ്സ് എ ഹൈലി റേറ്റഡ് മിഡ്ഫീൽഡർ. പക്ഷേ ആഡം വാട്ടനോട് വന്നു കഴിഞ്ഞാൽ അത് എഫക്റ്റ് ആവാൻ പോകുന്നത് കോബി മേനു ആണ്. കോബി മേനു ആഡം വാട്ടൺ സിമിലർ കൈൻഡ് ഓഫ് പ്രൊഫൈൽസ് ആണ്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ആകെ ഒരു കൺസേൺ ആഡം വാട്ടൻ്റെ മുകളിലുള്ളത് അവൻ്റെ പേസാണ്. നമ്മളൊരു പൊസിഷൻ ബേസ്ഡ് ഫുട്ബോൾ കളിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് എന്താ പറയുക ആ CDM ചെയ്യേണ്ട ഒരു പണി ഒരു ഡേർട്ടി വർക്ക് ആണെങ്കിൽ അതിനുള്ള പേസും അതിനുള്ള ഒരു ഇൻറ്റൻസിറ്റിയും ഫിസിക്കാലിറ്റിയും ആഡം വാട്ടൺ ഉണ്ടോ എന്നുള്ളത് എനിക്കിപ്പോഴും ഡൗട്ടുണ്ട്. മേ ബി എൻ്റെ പോലെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവില്ല, എനിക്ക് വിപരീതമായി ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവാം. നിങ്ങൾക്ക് നിങ്ങളുടെ റീസൺസ് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ ആഡം വാട്ടനെ പിക്ക് ചെയ്യില്ല. ഐ വിൽ അവോയ്ഡ് ആക്ച്വലി ആഡം വാട്ടൺ. കാരണം നമ്മൾ പേ ചെയ്യേണ്ട ഒരു പ്രൈസും 70 മില്യൻ്റെ മുകളിലുണ്ടാവും. അപ്പോൾ ആ ഒരു സൈനിങ് എനിക്ക് താല്പര്യമില്ല ബേസിക്കലി. പിന്നെ ഞാൻ പറയാൻ പോകുന്നൊരു പേര് ഇറ്റ്സ് ഷിയ ചാൾസ്. നമ്മുടെ വിൽകോക്സ് അണ്ണൻ്റെ ഫേവറേറ്റ് മിഡ്ഫീൽഡർ ആണെന്നാണ് കേൾക്കുന്നത്. ഇറ്റ്സ് എ ടു റിസ്കി സൈനിങ്. ഇവിടെ വന്നിട്ട് ക്ലിക്ക് ആവുക ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഇസ് എ പോസിബിലിറ്റി ഉണ്ടെന്നില്ല എന്ന് പറയുന്നില്ല, പക്ഷേ ഇറ്റ്സ് എ വെരി റിസ്കി സൈനിങ്. ഞാൻ 3 മിഡ്ഫീൽഡേഴ്സ് വന്നതിന് ശേഷം മേ ബി ഒരു അഡീഷണൽ മിഡ്ഫീൽഡറായിട്ട് കൊണ്ടുവരണമെങ്കിൽ ഓക്കെ, പക്ഷെ അല്ലാതെ ഐ വിൽ നോട്ട് പിക്ക് ഷിയ ചാൾസ്. പ്രൂവൺ അല്ല, ഹെയ്ഡൻ ഹാക്കിൻ്റെ അതേ റീസൺസ് ആണ്, പ്രൂവൺ അല്ല, അതുകൊണ്ട് തന്നെയാണ്. പിന്നെ പിക്കുന്നൊരു പേര് കീസ് സ്മിത്ത് ആണ്. അതായത് കീസ് സ്മിത്തിനെ ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആണ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് റിയോ ഫെർഡിനോടൊക്കെ വന്നിട്ട് പറഞ്ഞിരുന്നു ഈ പ്ലെയർ നമുക്ക് വാങ്ങണം എന്നുള്ളത്. റിയോ ഫെർഡിനോട് പറഞ്ഞൊരു പ്ലെയർ ഒരു ഹൈലൈറ്റ് ആയി വരണമെങ്കിൽ ബേസിക്കലി അത് ഇനിയോസിൻ്റെ കയ്യിൽ നിന്ന് വരുന്ന ഒരു ന്യൂസാണ്. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റഡ് ആണ്. കീസ് സ്മിത്തിനെ ഞാൻ വാങ്ങുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് ഹീ ഈസ് എ വെരി ഗുഡ് ഓപ്ഷൻ. ഐ വിൽ പുട്ട് ഹിം ഇൻ ദ ഗുഡ് കാറ്റഗറി. മേ ബി ബാക്കപ്പ് ആയിട്ട് അല്ലെങ്കിൽ ഗുഡ്, പക്ഷേ ഐ തിങ്ക് ഹീ ഈസ് ഹൈലി റേറ്റഡ്. അവൻ്റെ ഒരു എന്താ പറയുക ഒരു ടെക്നീഷ്യനാണ് മൂപ്പര്, ഒരു മിഡ്ഫീൽഡ് ടെക്നീഷ്യനാണ് മൂപ്പര്. സോ അതുകൊണ്ട് തന്നെ ഐ ആക്ച്വലി നമുക്ക് അവനെ മേടിച്ചു കഴിഞ്ഞാലും ഐ തിങ്ക് ഹി വിൽ ബി എ ഗുഡ് അഡീഷൻ ടു ദ ടീം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ കേട്ടൊരു പേരാണ് സഡീക്കി, നമ്മുടെ സണ്ടർലാൻഡിൽ കളിക്കുന്ന സഡീക്കി. നമുക്കറിയാം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ സണ്ടർലാൻഡിൽ കളിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആക്കി ഞാൻ പറഞ്ഞ പേര് സഡീക്കി ആയിരുന്നു. ഐ തിങ്ക് ഹീസ് എ ഗുഡ് ബാക്കപ്പ് ഓപ്ഷൻ ഫോർ എസ്. സോ ഇത്രയും മിഡ്ഫീൽഡേഴ്സാണ് ഞാൻ പിക്ക് ചെയ്തിട്ടുള്ളത്. 20 മിഡ്ഫീൽഡേഴ്സ് ഉണ്ടായിരുന്നു. 20 മിഡ്ഫീൽഡേഴ്സിൽ എൻ്റെ കാറ്റഗറീസാണ് ഇവിടെ കാണുന്നത്: പ്രയോറിറ്റി, ഗുഡ്, ബാക്കപ്പ്, റിസ്കി, അവോയ്ഡ് എന്നുള്ളത്. ഇതിൽ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അതോ നിങ്ങൾക്ക് ഏതെങ്കിലും നെയിം വേറെ കാറ്റഗറിയിലിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടോ? തീർച്ചയായിട്ടും അവിടെ കോമൻറ്റ് ചെയ്യുക. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. കാരണം ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഇൻട്രാക്റ്റീവ് വീഡിയോ ആണ്. സ്ട്രെറ്റ്ഫോർഡ് സിഗ്നലിൽ ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ടെന്നുള്ളത് ഇവിടെ കുറേ കാലമായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇങ്ങനത്തെ വീഡിയോസ് മിസ് ഔട്ടായി പോകരുത്. എസ്പെഷ്യലി ആ നോട്ടിഫിക്കേഷൻ ബെൽ കൂടി അമർത്തിക്കുക, കാരണം അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ മിസ്സായി പോകും. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ചാനലിനെ. തീർച്ചയായിട്ടും നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും സീ യു ബൈ. ഇങ്ങനത്തെ ടോപ്പിക്സ് ഇനി ഡിസ്കസ് ചെയ്യണമെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്.